ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ പൂരിയും ഉരുളൻകിഴങ്ങ് മസാലയുമാണ്. അപ്പോൾ ഈ മീനും ഉണ്ടല്ലോ, മീനു കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ അവൾക്ക് അച്ചാർ വേണം, അത് ഓർഡർ ചെയ്താണ്. എൻ്റെ അടുത്തോളം ചേച്ചി ഏത് ആട്ടയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവൾക്ക് പൂരി എത്ര ആണെങ്കിലും ശരിയാവത്തില്ലെന്ന്, അതങ്ങ് എണ്ണ കുടിച്ചിരിക്കുമെന്ന്. അപ്പോൾ അറിയാൻ വയ്യാത്തവർ ഞാൻ ചെയ്യുന്ന രീതി, നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ എത്രയും സോഫ്റ്റായിട്ട് കുഴയ്ക്കാമോ അത്രയും സോഫ്റ്റായിട്ടാണ് കുഴയ്ക്കുന്നത്. പക്ഷേ പൂരിക്ക് അത്രയും സോഫ്റ്റായിട്ട് വേണ്ട. എന്നാലും ആട്ടയെല്ലാം നന്നായി ഒന്ന് മിക്സായി ഒരു നല്ലൊരു സോഫ്റ്റ് പരുവം പോലെ ഞാനൊന്ന് കുഴച്ച് ഇച്ചിരി ഒന്ന് എണ്ണ കയ്യിൽ തടവിയിട്ട് അതവിടെ കുറച്ച് നേരം വയ്ക്കുവേ. കുറച്ച് നേരം വെക്കുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചായയൊക്കെ ഇടത്തില്ലേ, ചായയൊക്കെ ഇട്ട് ആ പരിപാടികൾ തീരുന്നിടം വരെ ഞാനിതൊന്ന് കുഴച്ചവിടെ അങ്ങോട്ട് മാറ്റി വെക്കും. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാൻ ഇന്നലെ രാത്രി എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോകാൻ നേരം ഞാൻ ഉരുളൻകിഴങ്ങൊന്ന് കുക്കറി വേവിച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇട്ടിരുന്നില്ല, അതൊന്ന് വെള്ളം വാലാനായിട്ട് ഇങ്ങനെ ഈ അരിപ്പപാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നു. എന്നിട്ട് അടച്ചവിടെ വെച്ചിരുന്നു. രാവിലെയാണ് ഞാനിതിൻ്റെ തൊലി ഇളക്കി കളയുന്നത്. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, ഞാൻ ഇങ്ങനെ മിക്കവാറും ചെയ്യുന്നത്. അഥവാ നമുക്ക് രാവിലെ ഇങ്ങനെ കൊച്ചിന് 5 മണിക്ക് എണീറ്റ് ഉണ്ടാക്കണ്ട, ഇത്തിരി സമയമുണ്ടെങ്കിൽ രാവിലെ ചെയ്യത്തേ ഉള്ളൂ. അപ്പം ഞാനിത് ഇന്നലെ വേവിച്ച് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളയട്ടെ. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാൻ നന്നായി അങ്ങ് വേവിക്കും കേട്ടോ, കാരണം നമ്മൾ കൈയും കൊണ്ടൊന്ന് ഞെവിടുമ്പം അത് ഉടയണം, ആ രീതിയിൽ ഞാനൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ സവാള രാവിലെ പൊളിച്ച് എടുത്തത്, സവാള ഇന്നലെ ഒന്നും ക്ലീൻ ചെയ്ത് വെച്ചില്ല. അപ്പോൾ സവാളയൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാനൊരു 2 വിസിലടിച്ചെടുത്തേ. 2 വിസിലിലൊക്കെ ഇത് നന്നായി വേവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി പച്ചമുളകും ഇതുകൂടെ ഒന്ന് സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അന്നേരം പ്രൈസൻ രാവിലെ ഞാൻ കാപ്പിയൊക്കെ കൊണ്ട് കൊടുത്ത് എണീറ്റ് ബ്രഷ് ചെയ്യാൻ വന്ന അന്നേരം അടുക്കളയിൽ വന്നുകൊണ്ട് ആ ബക്കറ്റിൻ്റെ അകത്ത് പാസ്ത കിടക്കുന്നു. അപ്പോൾ അവൻ പറയാം, ഇത് എന്നാ ഉണ്ടാക്കുന്നത് ഇനിയും? ഞാൻ പറഞ്ഞു, ഇപ്പോൾ 2 ദിവസമല്ല ആയുള്ളൂ പാസ്ത ഉണ്ടാക്കിയിട്ട്, ഇനി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൻ അതിൻ്റെ പുറകെ നടക്കുക. അപ്പം ഞാൻ ഇപ്പം കാണിച്ചില്ലേ, ഒരു ഇച്ചിണി അരിഞ്ഞ ഇഞ്ചി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു കിമിണിയും ഇഞ്ചിയൊന്ന് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ആ ഉള്ളിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പം എന്താണ്ട് ഈ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ കൈ കൊണ്ട് പൊടിക്കുമ്പം അങ്ങനെ നന്നായി പൊടിയണം. അപ്പോൾ ഇച്ചിരി വലിയ പീസ് ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. എനിക്കിതിനേക്കായൊക്കെ എളുപ്പം നമ്മുടെ ഇഡലിയും ദോശയും, അതാണെങ്കിൽ പിന്നെ പട്ട അങ്ങ് ഉണ്ടാക്കാം. ഇതിങ്ങനെ പൂരി ഇതൊക്കെ ആകുമ്പോൾ ഇച്ചിരി നേരത്തെ 5 മണിയൊക്കെ മുമ്പ് ഇച്ചിരി എണീറ്റാലും ഒക്കത്തുള്ളൂ. ഞാൻ പലപ്പോഴും പല രീതിയിൽ ഉണ്ടാക്കും. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ഓയിലൊഴിച്ച് ഇച്ചിരി കടുകിട്ട് ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ഒരു 3-4 ചേർത്ത്. എനിക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഇടുന്ന പച്ചമുളക് ഞാൻ എടുത്ത് കഴിക്കുന്നത്. ഇവിടെ ഉള്ളവരുടെയും കാണും കൊടുക്കുന്ന സമയത്ത് അവരുടെ കൂട്ടാൻ്റെ അകത്ത് പച്ചമുളക് ഉണ്ടെങ്കിൽ അതെടുത്ത് ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചേക്കും, ഞാൻ കഴിക്കുമ്പം കഴിക്കാൻ. അപ്പോൾ ആ പച്ചമുളകെല്ലാം ഇന്ന് ഞാനെടുത്ത് പ്രൈസിന് ടിഫിൻ കൊടുത്തപ്പോഴും അപ്പച്ചന് കൊടുത്തപ്പോഴൊക്കെ ആ പച്ചമുളക് ഉണ്ടായിരുന്നല്ലേ, അതെടുത്ത് ഞാനൊരു പാത്രത്തിൽ വെച്ചോണ്ടെങ്കിൽ ലാസ്റ്റിലല്ലേ ഇവിടുത്തെ റീച്ചാൻ കഴിക്കുന്നത്. റീച്ചാൻ പറഞ്ഞു, ഇത്രയും പച്ചമുളക് കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു, അതെല്ലാം ഞാനിപ്പോൾ തിന്നുമെന്ന് പറഞ്ഞു. ചിലർ തിന്നും, ചിലർക്ക്, എനിക്ക് പക്ഷേ തിന്നാനൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല, വയറിന് എരിച്ചിലും അതൊന്നും ഇല്ല, വല്ലപ്പോഴും വലിയ തിന്നുന്നത്. അപ്പം ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്ത് അതൊന്ന് വാട്ടി, ഒത്തിരി അങ്ങ് വഴന്ന് വരണ്ട കേട്ടോ. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പം ഞാൻ ചില സമയത്ത് മല്ലിപ്പൊടി ചേർക്കും, ചില സമയത്ത് ചേർക്കത്തില്ല. ഇന്ന് ഞാനൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ചില സമയത്ത് മഞ്ഞൾപ്പൊടി മാത്രമേ, ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കും. ഇന്നും ഗരം മസാല ചേർക്കുന്നുണ്ട്, മല്ലിപ്പൊടി ചേർത്ത് ഇപ്രാവശ്യം. അപ്പോൾ ഇച്ചിരി 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ഇച്ചിരി ഒന്ന്, പക്ഷേ ഈ മസാല ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. ഉരുളൻകിഴങ്ങൊക്കെ വെന്ത് അതിൻ്റെ തൊലി കളയേണ്ടി ആ പ്രയാസമേ ഉള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമ്മുടെ സവാളയൊന്നും ഒത്തിരി അങ്ങ് വഴന്ന് വരണമെന്നൊന്നുമില്ല. ഞാനെന്തിനാ പറഞ്ഞു തരുന്നത്, നിങ്ങളൊക്കെ എക്സ്പേർട്ടല്ലേ ഇതുണ്ടാക്കുന്നതിൽ. അപ്പം ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാണ് ഞാൻ ഉണ്ടാക്കിയ രീതി കേട്ടോ. അപ്പം ഞാനിതിലേക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചീനച്ചട്ടി അങ്ങ് ഒത്തിരി അങ്ങ് അടുക്കി പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ഇച്ചിരി മസാലയൊക്കെ അത് പിടിക്കാൻ വേണ്ടി ഞാനൊരു സ്വല്പം പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഒരു ഇച്ചിരി അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി ഒന്ന് ലൂസാക്കി, ഇത് ലൂസായാലും പിന്നെ അങ്ങ് തണുക്കുമ്പോൾ അങ്ങ് ഉറച്ചോളും, കാരണം ആ മസാലയൊക്കെ ഒന്ന് അത് പിടിക്കണ്ടേ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉപ്പൊക്കെ പിടിച്ചിരിക്കും. ഇച്ചിരി മല്ലിയില എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വന്നാലും ഇന്ന് മല്ലിയിലയൊക്കെ ചേർത്തത് കൊണ്ട് ഇന്നത്തെ പൊട്ടറ്റോ മസാല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതിനൊക്കെ ഈ ടേസ്റ്റ് കൊടുക്കുന്നത് മല്ലിയില. ചില സമയത്ത് ഞാൻ
മല്ലിയില ചേർക്കാറുള്ളൂ. എന്നാണ്ടിപ്പോൾ ഈ പരുവാണേലും പിന്നെ ഇച്ചിരി കഴിഞ്ഞോണ്ട് അതങ്ങ് നല്ല കട്ടിയായിരുന്നേ. ഇന്ന് പക്ഷേ ഇച്ചിരി കൂടുതൽ നേരം ഇരുന്നു. പക്ഷേ എന്നും ഇത്രയും നേരം ഞാൻ വെക്കത്തില്ല. ഇന്നിപ്പം മസാലയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാൻ നേരം വരെ ഇരുന്നില്ലേ, അതുകൊണ്ട് ഇന്ന് ഇച്ചിരി നന്നായി ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത്രയും സോഫ്റ്റ്നെസ് നമുക്ക് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇച്ചിരി കട്ടിയായിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ ആദ്യം ഒരു 10 അങ്ങ് പരത്തി ഇങ്ങനെ പ്ലേറ്റിൽ വെക്കും. എന്നിട്ട് അതുണ്ടാക്കിയിട്ട് ഇവന് ടിഫിനൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കി ഉണ്ടാക്കും. അല്ലെങ്കിലും ടിഫിൻ ഇല്ലാത്ത സമയമാണെങ്കിലും ഞാൻ 10 ഇങ്ങനെ നിരത്തി അങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഈ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ സാധാരണ നമ്മൾ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെക്കായി സമയം കുറച്ച്. ഇതിപ്പോൾ ഇത്രയും പൂരി ഇതെല്ലാം ഉണ്ടാക്കാൻ രാവിലെ 5 മണി തൊട്ട് ഞാൻ നിന്നിങ്ങനെ പരത്തി ഇത്രയും പേർ ഞങ്ങൾ 5 പേർക്കൊക്കെ ഉണ്ടാക്കും, ടിഫിൻ കൊടുക്കാനൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതൽ ഇങ്ങനെ നിന്നുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ അതുപോലുള്ള സമയം പോവും. അപ്പം ഞാനിങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ. പൂരിയൊക്കെ ഇവർക്ക് ടിഫിന് കൊടുത്താലും ഇവർക്ക് പിന്നെ അങ്ങനെ കുഴപ്പമില്ല. അതിൻ്റേതായ ഇതിൽ കഴിക്കുന്നവർക്കാണെങ്കിൽ നല്ല ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ പോള് പറയാം നല്ല ചൂടോടെ അവനിങ്ങനെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന പൂരി കഴിക്കാനാണ് ഇഷ്ടം. അതങ്ങ് കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോൾ അതങ്ങ് ഇച്ചിരി ഇതാവുമല്ലേ. അങ്ങനെയുള്ളതൊന്നും അത്ര താല്പര്യമല്ല. താല്പര്യമെന്ന് വെച്ചാൽ ഗതി കെട്ടാൽ കഴിച്ചെല്ലാം ഒക്കത്തുള്ളൂ. അങ്ങനെയുള്ളതാണ് അവന് ഏറ്റവും ഇഷ്ടം. അപ്പം അവന് വേണ്ടിയുള്ളത് ഉണ്ടാക്കി. ഇപ്പം മണി 6 റൈസാനെ മുളിക്കട്ടെ. പച്ചമുളകെല്ലാം പറക്കിങ്ങെടുത്തിട്ടുണ്ട്. ഈ പൂരി, പുട്ട് ഇതൊക്കെ ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഈ പാതാമ്പറ ടേബിൾ മൊത്തം അതിൻ്റെ പൊടി ഇതൊക്കെയാവും. പിന്നെ ഇതെല്ലാം ഇനി ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ടേ നമുക്കിനി അടുത്ത പരിപാടി ചെയ്യാൻ വെക്കൂ. രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമുള്ള പരിപാടിയാണ് ഇത്. അപ്പം ഇന്നലത്തെ മീൻചട്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഈ മസാലയുടെ ബാക്കി ഇച്ചിരി ഉണ്ട്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ടാണ് പിന്നെ അടുത്ത പരിപാടികൾ, നമ്മുടെ വെള്ളം ഒഴുപ്പും വെള്ളം കുടിക്കാൻ വെപ്പലും അതൊക്കെ. ഇത്രയൊന്നും ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് കുടിക്കാൻ വെക്കുമ്പോഴത്തേക്കിന് കുറേ ആശ്വാസം. അത്രയും ജോലികൾ തീർന്നിട്ടാണെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു പെട്ടെന്നൊരു ഉഷാറ് കിട്ടും. ചില സമയത്ത് ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ആ കിടക്കുന്ന പാത്രങ്ങൾ ആദ്യം കഴുകും. അത് കഴിഞ്ഞിട്ടേ കഞ്ഞിക്കൊക്കെ അതൊക്കെ ചെയ്യത്തുള്ളൂ. ചില സമയത്ത് ചോറൊക്കെ ഒന്ന് അടപ്പത്തിട്ടിട്ടാണ് പാത്രങ്ങൾ കഴുകുന്നത്. ഇന്നിപ്പോൾ പാത്രങ്ങളൊന്നും കഴുകിയില്ല. ഇവിടെ എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം പാത്രങ്ങൾ കഴുകാൻ. അതിന് ശേഷം വേണം വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ പിടിച്ച് വെക്കാനായിട്ട്. അന്നേരം ആ കൊച്ചിരുപത്തി കുറച്ചുകൂടെ വെള്ളമുണ്ട്. ഞാൻ ചിന്തിച്ചെന്നാൽ കാലിയായിട്ടിരിക്കുന്ന എൻ്റെയും പോൾമോൻ്റെയൊക്കെ വെള്ളം ആരുടെയൊക്കെ ബോട്ടിലുകൾ, എല്ലാവർക്കും ഓരോ ബോട്ടിലാണ്, ആരുടെയൊക്കെ ബോട്ടിൽ കാലിയാണോ ആ ബോട്ടിലുകളെല്ലാം ഒന്ന് നിറച്ചിട്ട് ബാക്കി വെള്ളം കൂടെ ഉള്ളത് ഇതിൽ നിറച്ചിട്ട് ആ 2 ചരുവത്തിലൂടെ വെള്ളം അങ്ങ് തിളപ്പിച്ച് വെക്കാമെന്ന് വെച്ച്.
ഇന്ന് പയർ തോരനാണ് വെക്കുന്നത്. അപ്പോൾ ഈ കുപ്പിക്കകത്ത് എന്തുവാണോ, അന്ന് പ്രൈസമ്മോൻ്റെ പ്രൊജക്റ്റിന് ഞാൻ വേപ്പില വാങ്ങിക്കാൻ പോയില്ലേ പൂക്കടയിൽ. അപ്പം അങ്ങാര് 10 രൂപയ്ക്ക് ഒരു ഇച്ചിരി ഒരു ബണ്ടിലാണ് കിട്ടി. അന്നേരം അവന് കുറച്ച് ഇതൾ പോലെ കുറച്ച് മതിയായിരുന്നു. അപ്പം ബാക്കിയുള്ളതെല്ലാം ഞാൻ കൊണ്ടുവന്ന് ഓരോ ബോട്ടിലും ഉഴുന്നിൻ്റെ അകത്തും എല്ലാ ബോട്ടിലുകളിലും ഇട്ട്. ശരി. പക്ഷേ ഇത് ഒത്തിരി നാളൊന്നും വെച്ചിരുന്നില്ല ഈ പയർ. അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. കുറേ നാൾ 1 മാസമൊക്കെ ഇരിക്കുന്ന പൾസസാങ്കി അതിൽ കീട വരുമോ എന്ന് നോക്കാമായിരുന്നു. ഇച്ചിരി തേങ്ങയ്ക്കകത്ത് ഞാൻ ഇച്ചിരി ജീരകം, വെളുത്തുള്ളി, ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് കീറിയിടാഞ്ഞുകൊണ്ട് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം ഞാൻ ഇങ്ങനെ പൾസ് ചെയ്തെടുക്കുമല്ല എങ്കിൽ കടുകിൻ്റെ കൂടി ഇച്ചിരി ജീരകം പൊട്ടിക്കും. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. മോരുകറി ഇരിപ്പുണ്ട് ഇന്നലത്തെ. മോരുകറിയും പയർ തോരനും കൂടെ നല്ല കോമ്പിനേഷനാണ്, ഒരു വറുത്ത മീനൂടുണ്ടെങ്കിൽ. എനിക്കിപ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് ഇച്ചിരി അച്ചാറിൻ്റെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് കുക്കിങ്ങിൽ അങ്ങ് ഇത്തിരി കുറവ് വരുത്തിയിട്ട്, മീൻസ് കുറവ് എന്തുവാ, തലേന്നൊക്കെയുള്ള കറി അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം എനിക്ക് അതും ഇതുകൂടെ ചെയ്യുമ്പം കുറേ സമയം പോകുന്നു. അപ്പം അച്ചാറിൻ്റെ പരിപാടിയും കൂടെ ഉള്ളത് കൊണ്ട് കുറേശ്ശെ ഉണ്ടാവും. ഈ പ്രോൺസും ഇതൊക്കെ ആകുമ്പോൾ ഞാൻ കുറേശ്ശെ ഉണ്ടാവും, അവരുടെ ഓർഡർ അനുസരിച്ചേ ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. അല്ലാതെ ഈ നാരങ്ങയിൽ ഈന്തപ്പഴമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെക്കണമല്ലേ. മീനാന്നേലും ബീഫാന്നേലും കൂടുതൽ ഉണ്ടാക്കണം. അതൊക്കെയൊക്കെ ഓർഡർ നമുക്ക് ഉള്ളതാണ്. ഇതൊക്കെ ആകുമ്പോൾ കുറച്ചാന്നേലും നമ്മൾ ചെയ്യേണ്ട രീതിയിൽ അതെല്ലാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തന്നെത്താൻ ചെയ്യണ്ടേ. അപ്പോൾ എന്താകുമ്പോൾ സമയം പോകും. അതുകൊണ്ട് ഇന്നും എനിക്കുണ്ട് ഇച്ചിരി പ്രോൺസ് അച്ചാറൊക്കെ ഇടണം. പയർ ഞാൻ 1 വിസിലടിച്ചു, എന്നാലും അധികം വെന്തിട്ടില്ല. കാരണം നമ്മൾ പയറിൽ ഒത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ച് 1 വിസിലടിക്കുമായിരുന്നെങ്കിൽ അതിൽ കുറേ കൂടെ വെന്തേനെയായിരുന്നു. ഇപ്പം ഞാനിത് പയറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. അതുകൊണ്ട് അത് കുതിർന്ന് വന്നോണ്ടേ അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിലില്ലായിരുന്നു. അതുകൊണ്ട് അധികം വെന്തിട്ടില്ല. അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കിടന്ന് ചെറിയ തീയിൽ അത് അവിടെ കിടന്ന് വേവട്ടെ, അരപ്പെല്ലാം പയറിൻ്റെ അകത്ത് പിടിക്കട്ടെ. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടാതാണ് ഞാൻ പയർ വേവിച്ചത്. പണ്ടില്ല കോവിഡ് സമയത്ത് ഞങ്ങൾ എന്നും വൈകിട്ട് കഞ്ഞിയും പയറും ഒക്കെയായിരുന്നു. കാരണം നമുക്ക് സാധനവും കിട്ടത്തില്ലായിരുന്നല്ലേ, അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അപ്പം കഞ്ഞിയൊക്കെ ആകുമ്പോൾ നമുക്കധികം അരി ആണെങ്കിലും ഇത്ര അരി എന്നൊക്കെ കിട്ടത്തുള്ളായിരുന്നില്ല. അതും എത്ര ലൈൻ നിന്നായിരുന്നു നമുക്ക് സാധനം കിട്ടുന്നത്. അതുകൊണ്ട് അന്നൊക്കെ എനിക്കാണെങ്കിൽ കഞ്ഞി ഇഷ്ടേ അല്ല, മിക്കവാറും ഒന്നും കഞ്ഞിയായിരുന്നു. ഇവർക്കൊക്കെ കഞ്ഞിക്കകത്ത് മോരൊഴിച്ച് കഴിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പയർ ഇപ്പം നന്നായി അടിയിലൊക്കെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. അതിനി ഇളക്കിയെടുക്കട്ടെ. അപ്പം പയർ ഇവിടെ റെഡിയായി. തുണി കഴുകാൻ ഞാൻ ഇട്ടേക്കുമായിരുന്നു, അതിന് തുണിയൊക്കെ വിരിക്കണം. ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അത് തിളപ്പിച്ച് എടുത്തു. ഇപ്പോഴാണ് ഞാൻ മറ്റേ ചോറിട്ട് ഇത്തിരി വേവുള്ളതാണ്. തുണി വിരിക്കട്ടെ. ഇപ്പോൾ കിച്ചണിൽ ഫാൻ കിടപ്പുണ്ട്, അതാ ഇത്ര വലിയ സൗണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അച്ചാറെല്ലാം ഉണ്ടാക്കി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് രാത്രി അങ്ങനെയൊന്നും കഴിക്കണമെന്ന് തോന്നിയില്ല. പിന്നെ മെഡിസിനൊക്കെ എടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഈ ഡിമാർട്ടിൽ പോയുണ്ടെ ഈ ബ്രൗൺ കളറിൽ അവൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇതും ഇരിപ്പുണ്ടായിരുന്നു, പാളയംകോടൻ പഴവും ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചെന്നാൽ ഇച്ചിരി അവൽ നനച്ച് അത് കഴിക്കാമെന്ന്. അപ്പം ഞാനത് നനച്ച് വെച്ചിട്ട്
കഴിച്ചുകൊണ്ട് എനിക്ക് ഞാൻ ആ കേരള കടയിൽ നിന്ന് വാങ്ങിച്ചതുപോലുള്ള ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയില്ല. അതോ ഇനി എനിക്ക് വായയുടെ ഇതുകൊണ്ട് തോന്നിയതാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹസ്ബൻഡ് വന്നത്. അപ്പോൾ റീച്ചാൻ ഇത് ഇഷ്ടമാണ്. റീച്ചാൻ ഞാൻ ഇച്ചിരി വായി വെച്ച് കൊടുത്തോണ്ടേ റീച്ചാൻ പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ല. റീച്ചാൻ അങ്ങനെയൊന്നും ഇപ്പോൾ എന്തെങ്കിലും ഉപ്പ് നോക്കാൻ കൊടുത്താലും പുള്ളിക്കാരന് ജോലി പറയാനൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇനി അറിയത്തില്ലായിരുന്നു, പക്ഷേ എനിക്ക് മറ്റേതിൻ്റെ പോലെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.